ഹായ് ഹലോ, ഇന്നത്തെ റെസിപ്പി നോമ്പുവിടലിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടുക്കാച്ചി റോസ്റ്റ് ആട്ടോ. കുറഞ്ഞ സമയത്തിനുള്ളിൽ നല്ല റെഡ് വൈൻ ചേർത്ത് തയ്യാറാക്കിയിരിക്കുന്ന ഈ റെസിപ്പി നമുക്ക് പാലപ്പത്തിൻ്റെ കൂടെ ഈ റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാൻ ആവശ്യമായി 1 കിലോ ചിക്കൻ സ്കിന്നെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അല്പം വലിയ കഷ്ണങ്ങളായി തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് തിരുമിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കണ്ടു നോക്കാം. അതിനായി കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ, കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കൂടെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് 1 ടീസ്പൂൺ ഉപ്പ് പൊടി കൂടെ ചേർക്കുക. ശേഷം ഈ പൊടികളെല്ലാം നല്ലൊരു പേസ്റ്റ് പരുവത്തിലേക്ക് ആക്കിയെടുക്കാനായി ഇതിലേക്ക് 2 സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതിപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന പരുവത്തിൽ നന്നായിട്ടൊന്ന് തിരുമിയെടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് റാപ്പ് ചെയ്ത് മിനിമം ഒരു 20 മിനിറ്റെങ്കിലും മാറ്റി വയ്ക്കാം. ഇനി ചൂടായിരിക്കുന്ന ഒരു പാനിലേക്ക് 3 സ്പൂൺ ഇല്ലെങ്കിൽ ഒരു 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് ഇതിനെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പം ചിക്കൻ ഒന്ന് മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലേക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വൈൻ ഒഴിച്ചു കൊടുക്കാം. കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന റെഡ് വൈൻ 70 ml ആണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ശേഷം ചിക്കനെ 2 സൈഡും തിരിച്ചിട്ട് ഈ വൈനിലൊന്ന് വേവിച്ചെടുക്കുക. ഇനി ഇതിനെ ഒരു ചെറു തീയിലേക്ക് മാറ്റിയ ശേഷം നമുക്കിനി ഗ്രേവി തയ്യാറാക്കാം. അതിനായി ചൂടായിട്ടിരിക്കുന്ന ഉരുളിയിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒന്ന് മൂത്ത് തുടങ്ങിയ ശേഷം 40 ഗ്രാം ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറു ചൂടിലിട്ട് പെട്ടെന്ന് തന്നെ വറുത്ത് കോരാം. ഇതിൻ്റെ മെയിൻ ഭാഗം നമ്മൾ ഗാർണിഷിങ്ങിനായിട്ടാണ് എടുക്കുന്നത്. ബാക്കി നമ്മൾ ഗ്രേവിയിലേക്കും ഒരല്പം ചേർക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റിനായിട്ട്. ഗ്രേവി തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് മീഡിയം സൈസ് 3 സവാള അരിഞ്ഞതാണ്. ഇത് കനം കുറച്ച് നീളത്തിലാട്ടോ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ ഏകദേശം 1 പിടി സവാളയാട്ടോ എടുത്ത് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കുന്നത്. ഇത് ഗാർണിഷിങ്ങിനായിട്ടാണ് മാറ്റി വയ്ക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്തേക്ക് ഞാൻ എക്സ്ട്രാ എണ്ണ ഒഴിക്കുന്നില്ല. ആ നെയ്യിൽ തന്നെയാണ് ഒന്ന് വറുത്തെടുക്കുന്നത്. ഇനിയിപ്പോൾ തീരെ നെയ്യ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 ടീസ്പൂൺ ഓയിൽ മറ്റോ ആഡ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിനകത്തേക്ക് കോരി വയ്ക്കാം. ശേഷം ബാക്കിയുള്ള സവാള നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കാം. മുഴുത്ത അല്ലിയുള്ള ഒരു 7-8 വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. 1 പച്ചമുളക്, ഒരുവിധ എരിവുള്ള പച്ചമുളകാട്ടോ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരെണ്ണം മാത്രമായിട്ട് എടുത്തിരിക്കുന്നത്. ഉള്ളി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ചെടുത്തിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ശേഷം ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ ടേസ്റ്റിനായി 1 ടീസ്പൂൺ ഉപ്പ് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതി. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഗരം മസാലയും കൂടെയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഗരം മസാല ഏകദേശം 2 സ്പൂൺ ഗരം മസാലയാണ് ചേർത്തിരിക്കുന്നത്. ഇനി പൊടികളെല്ലാം ഉള്ളിയിലേക്ക് നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 30 ml റെഡ് വൈനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗ്രേവിയിലേക്കും കൂടെ വൈൻ ചേർക്കുന്ന സമയത്ത് നമ്മുടെ മസാലയ്ക്കെല്ലാം നല്ല വൈൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും. ആ ഫ്ലേവർ ഇങ്ങനെ ഒരല്പം എടുത്ത് നിൽക്കും. ശേഷം ഇതിലേക്ക് നമ്മൾ ഗാർണിഷിങ്ങിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഫ്രൈ ചെയ്ത ഉള്ളിയും അതിനൊപ്പം ഉണക്കമുന്തിരിയും കൂടെ ഒരല്പം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ റോസ്റ്റിന് ഒരു എക്സ്ട്രാ ടേസ്റ്റും കൂടിയാട്ടോ കിട്ടുന്നത്. ഇനി ഇത് മൂടി വെച്ച് ചെറുതീയിലേക്ക് മാറ്റാം, ഇത് വേകുന്നത് വരെ. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലായിട്ട് വരുന്നത്, നല്ലൊരു മണമാണ് റോസ്റ്റിന്. ഇപ്പോൾ ചിക്കനിലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ ഗാർണിഷിങ്ങിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളിയും ഉണക്കമുന്തിരിയും ചേർത്ത് ഇന്നത്തെ ഈ ചിക്കൻ റോസ്റ്റിനെ വിളമ്പാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പി ആട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് വിഭവത്തിൽ നിങ്ങളിത് തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും.